സോ ഗൈസ് വെൽക്കം എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് നമ്മളൊരു വ്ളോഗുമായിട്ടാണ്. ഗൈസ് അങ്ങനെ നമ്മള് കുറച്ച് നാളിങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് അവസാനം നമ്മൾ ആ ട്രിപ്പിലേക്ക് പോവുകയാണ്. ഗോവ. നമ്മൾ ഗോവയ്ക്ക് പോവുകയാണ്. ഞാൻ ഇന്നലെ രാത്രി തന്നെ ടോമിന്റെ വീട്ടിൽ വന്നു. അവിടെ നിന്ന് നേരെ ഇന്ന് രാവിലെ 4 മണിക്ക് അപ്പൊ ഇനി നേരെ ജെറീനെ പിക്ക് ചെയ്യണം. ജെറീനെ പിക്ക് ചെയ്ത് അവനെയും കൊണ്ട് നേരെ GT എടുത്തു പോകണം. പിന്നെ GT അവിടുത്തെ വണ്ടി ഈ കാറല്ല, അവന്റെ വണ്ടി എടുത്തുകൊണ്ട് നേരെ റാൻഡത്തിനെ പോയി പിക്ക് ചെയ്യണം. അപ്പൊ നമ്മള് ഇപ്പൊ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാർബക്സിൽ നിന്ന് ഒരു കോഫി ഒക്കെ കുടിച്ച് ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും രണ്ടാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഗോവയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഇതിന് ഗോവയടാ, ഗോവ. ഇതിന്റെ ആ കാട്ടിലായാലും കളഞ്ഞാൽ തീർന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞ അവിടുത്തെ മൂപ്പനായാലും കൊണ്ടുകൊടുക്കാന്ന് പറയാം. ചെറുതായിട്ടൊന്ന് വഴി തെറ്റി വേറെ ഏതൊക്കെ ഊട് വഴി കൂടെ പോവാണ്. ഇതല്ല കണ്ടു കഴിഞ്ഞാൽ കേരളം പോലെ തോന്നും, പക്ഷേ ഇത് ഗോവയാണ്. അപ്പൊ നമ്മള് വഴി തെറ്റി ഫ്രണ്ട്സ്. സൺസെറ്റ് കാണാൻ വന്നതാണ്, പക്ഷെ ഫുള്ള് കാർമേഘം ചുരുണ്ട് മൂടിക്കിടക്കുകയാണ്. അപ്പൊ സൺസെറ്റിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ തീരുമാനമായിട്ടുണ്ട്. ഇങ്ങനെ തേരപ്പര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ചിൽ കൂടി. എല്ലാ എണ്ണവും ഇറങ്ങാൻ പറ്റൂല കേട്ടോ ഇവിടെ. അതിന്റെ ഇറങ്ങുന്ന ബീച്ച് എവിടെയാണെന്ന് ഇനി കണ്ടുപിടിക്കണം. നമ്മൾ അടുത്ത ഒരു ഏരിയയിലോട്ട് വന്നിട്ടോ. 4 മണിക്കൂറിന് കാറിന് 100 രൂപ, ട്രക്ക് അങ്ങനെയുള്ള വലിയ വണ്ടികൾക്ക് 200 രൂപ, ബൈക്കിന് 60 രൂപ. നമ്മൾ ആദ്യമേ പോയത് ആണ് കേട്ടോ. ഇത് മറ്റേ ബേക്കൽ കോട്ട. ഇതേപോലെ നമ്മൾ വന്ന വഴിക്കും ബേക്കൽ കോട്ട മിസ്സായി കേട്ടോ. ഞങ്ങൾക്ക് പോകുന്ന വഴിക്കും കയറാൻ പറ്റൂല. പോകുന്ന വേറൊരു റൂട്ട്. മറ്റേ ആനന്ദ സിനിമയില്ലേ, അതിനകത്ത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് കേട്ടോ അത്. മറ്റേ ഈ സീൻ ഓർമ്മയുണ്ടോ? എന്താ ഒരു ഡയലോഗ് അടിക്കല്ലോ ഇവിടെ എന്നിട്ട്, അത് ഈ സ്ഥലമാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ കടൽ. Night light, guys. ഗുഡ് മോർണിംഗ്. ഡേ 2. ഇന്ന് നമ്മൾ പോകുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഒന്നാമത്തെ ഏരിയ ഗോവ ഓൾഡ് ബീച്ച് ചർച്ചിൽ പോകണം. പിന്നെ അല്ലാതെ കുറച്ച് ഒരു 5 ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടെ എല്ലാം പോകണം. നമ്മൾ ഡേ 2 ആണ് ഇന്ന് ഗോവയിലെ. സോ ആദ്യമേ വന്നിരിക്കുന്ന ഈ ഒരു ഗോവൻ ഓൾഡ് ചർച്ചിലാണ് കേട്ടോ. എൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ആ കാണുന്നതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒറിജിനൽ നെയിം എനിക്കറിയത്തില്ല. ഇവിടെ പറ്റേ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു മെഴുകുതിരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് കത്തിക്കാനായിട്ടുള്ളതാണ്. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. 1666 GT ഉണ്ട് രാവിലെ. അതിൻ്റെ പിന്നെ സെൽഫി ബ്ലോഗ് ആയതുകൊണ്ട് പ്രശ്നമില്ല. സോ അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചർച്ച കണ്ട കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ബിൽഡ് ചെയ്തേക്കുന്നത് മറ്റേ നമ്മുടെ വെട്ടുകല്ലാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടത്തേക്ക് ഇത് നേരത്തെ ഇങ്ങനെ പോളിഷ് ആയിരുന്നു തോന്നുന്നു കേട്ടോ. ആൻഡ് മറ്റേ സൊർക്കി മിശ്രിതമാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്.
എൻ്റെ അമ്മോ എത്ര വർഷം പഴക്കണമെന്ന് അറിയത്തില്ല ഇതിന്. വെട്ടുകല്ല യൂസ് ചെയ്തേക്കുന്നത്, മറ്റേ സിമെൻ്റ് അല്ല, സുറുക്കിയാണെന്ന് തോന്നുന്നു, പഴയ ആ പരിപാടിയില്ലേ. ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ കേട്ടോ, ആ ഒരു കല്ലിന് സ്റ്റോണിൻ്റെ കാലാവധി തീർന്ന മറ്റേ പൊടിയായിട്ട് വീഴുന്നുണ്ട്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇത് ബാക്ക് സൈഡാണെന്ന് തോന്നുന്നു ചർച്ചിൻ്റെ. എൻ്റെ ഇവിടെ ഡോറുണ്ട്, ഇതൊരു ബാക്ക് സൈഡാണ്. എൻ്റെ ഇന്ന് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, നമ്മളെപ്പോലെ തന്നെ ബാക്കാണ്, ചർച്ചിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഒരു വലിയ ഗാർഡൻ ഉണ്ട് കേട്ടോ. ഞാൻ ആ കാണുന്നതാണെന്ന് തോന്നുന്നു പുതിയ ചർച്ച്. പുതിയ ചർച്ചിൻ്റെ അവിടെ നിന്ന് നേരെ ഇവിടെ ആയിട്ടാണ് ഓൾഡ് ചർച്ച് വരുന്നത്. ഞാൻ മറ്റേ സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഒരു വലിയ പടിക്കെട്ടുള്ള, അത് മറ്റേ ഗോവയിലെ ചർച്ചല്ലേ, എൻ്റെ അത് തന്നെ ഞാൻ ചോദിച്ചു. ഞാൻ വിചാരിച്ചു അതായിരിക്കും ഇതെന്ന്, പക്ഷെ അതല്ല. ഓക്കെ, അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. കയറുവാണെങ്കിൽ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ, ഇവിടെ നിന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ S24 Ultra ഒരു മെഴുകുതിരി കിട്ടിയായിരുന്നു കേട്ടോ. അതിവിടെ കത്തിക്കാനുള്ളതാണ്. ഇത് ടോം കത്തിക്കുന്നുണ്ട് കേട്ടോ, കൂട്ടത്തിലെ ഏറ്റവും ഭക്തിമൂത്തവനാണ്. സോ ചർച്ചിനകത്ത് കയറി ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അകത്തുണ്ടായിരുന്ന സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഒരു സ്കെലട്ടൺ ആയിരുന്നു. സ്കെലട്ടൺ അല്ല, പുള്ളിയെ ഈ എന്താ പറയുക മമ്മിഫൈഡ് ചെയ്ത് വെച്ചേക്കുക. അതായിരുന്നു പ്രധാനപ്പെട്ട ഐറ്റം. ആൻഡ് ജീസസ് അല്ല അവിടെ, പുള്ളിക്കാരനെയാണ് എന്താ പറയുക പ്രെയർ ചെയ്യുന്നത് ആൾക്കാർ. താന്നു ഏകദേശം. ആൻഡ് ഇത് ആർക്കിയോളജീസ് സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഒരു ചർച്ചാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച ചർച്ച തന്നെ അതിൽ വരുന്നതാണ് കേട്ടോ. റാൻഡത്തിനെ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നതാണ്. കട നോക്കി ഇവിടുത്തെ ഏറ്റവും വലിയ ഏതോ ഒരു കിണ്ടിക്കടയിലാണ് വന്നിരിക്കുന്നത്. മിനിമം ഒരു 4000 രൂപ എന്ന റാൻഡത്തിന് നിന്ന് പൊട്ടും. പിന്നെ സാധാ സ്ഥലവും കണ്ടപ്പോഴത്തേക്കും പറ്റൂല. ബുക്കിംഗ് ആണോടാ റാൻഡമേ? ഇവിടെ ബുക്കിംഗ് ബേസിലാണ് എടുക്കുന്നത്. ആൻഡ് മുടി വെട്ടുന്നതിന് എത്ര രൂപയാണെന്ന് അറിയുമോ? 900 രൂപ, 1500 രൂപ. മിനിമം റാൻഡത്തിനെ കൊണ്ട് ഒരു 10000 രൂപ പൊട്ടിപ്പിക്കാനുണ്ടായിരുന്നു. ചാൻസ് നഷ്ടപ്പെട്ടു. അവന് കളറൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. മിനിമം ഒരു 20000 രൂപ എന്ന് റാൻഡത്തിനെ ഒന്ന് പൊട്ടിയാണ്. ഇതേ കട കണ്ട. അങ്ങനെ GB മുടി വെട്ടാനായിട്ട് പോയിരിക്കുകയാണ്. ഫൈനലി GB മുടി വെട്ടാന്ന് വിചാരിച്ചു. സോ നമ്മളിവിടെ കയറിയിരിക്കുകയാണ്. സോ ഗോവയിൽ ഒന്ന് മുടി വെട്ടണമെന്നുള്ളത് റാൻഡത്തിൻ്റെ ഒരു വലിയ സംഭവമായിരുന്നു. സോ ഫൈനലി റാൻഡം മുടി വെട്ടാൻ കയറിയിരിക്കുകയാണ്. റാൻഡ് എന്താ ഇവിടെ ഹെയർ കട്ടിങ്ങിന് കയറിയിട്ടുണ്ടേ. എത്ര കളർ ചെയ്യുന്നുണ്ടോ? റാൻഡത്തിന്റെ തല ഏകദേശം ഈ പരുവായിട്ടുണ്ടേ. കൊള്ളാം. ഇതിന് ശേഷം എന്താവുമെന്ന് ഞാൻ കാണിച്ചു തരാമേ. നേരത്തെ എൻ്റെ മുഖവും ഇപ്പോഴത്തെ എൻ്റെ മുഖവും കണ്ടാ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെ വന്നപ്പം ഇവിടുത്തെ റിസപ്ഷനിലെ ചേട്ടൻ്റെ പ്രതാപ് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി. പിന്നെ എന്നെ കൊണ്ട് ക്ലീൻ ഷേവ് അടിപ്പിച്ച് റാൻഡം. അപ്പം എങ്ങനെയുണ്ട്? ഇമാര് പറഞ്ഞ ഒരു റിച്ച് ലുക്കൊക്കെ വരുന്നു കേട്ടോ എന്നെ കണ്ടിട്ട്. കളർ അങ്ങോട്ട് അടിക്കാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. കംപ്ലീറ്റ് അവൻ്റെ തല മൊത്തം കംപ്ലീറ്റ് ആയിട്ട് എന്തോ ഗ്രേ കളർ അങ്ങോട്ട് അടിച്ച് വെച്ചേക്കും ആളിയെ. അതിൻ്റെ വരം നേരത്ത് നമുക്കറിയാം എങ്ങനെയാണ് സംഭവം എന്ന്. ഞാനേ ബേക്കിൽ അഡ്ഡാസിൻ്റെ ഒരു ഷോറൂമുണ്ട്, അവിടെ GT ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്താണ് പരിപാടിയെന്ന്. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ്. പൂവൻ കോഴിക്ക് മറ്റില്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോഴിയില്ലേ കളറടിച്ച അതേപോലെ ഉണ്ട്. പക്ഷെ കൊള്ളാടാ, നിനക്ക് ചേരുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അപ്പുറത്തിരിക്കുന്ന പുള്ളിക്കാരല്ലേ, ഇവന്റെ ഈ രൂപം കണ്ടിട്ട് എങ്ങനെ ചിരിച്ച് അയാളെ വായിലുള്ള തുപ്പല് മൊത്തം വെളിയിലുണ്ട്. ആ കണ്ണാടിയിൽ മൊത്തം അതായിരുന്നു കുറച്ച് നേരം. ലാസ്റ്റ് സംഭവം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൈ ചെയ്തുകൊണ്ടിരിക്കുക. റാൻഡത്തിനെ കുളിപ്പിക്കാൻ 2 പേര്, ഒന്നല്ല 2 പേര്. നോക്ക്. Okay.
എടാ പയ്യ നിനക്ക് പരസ്യം ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ. സെറ്റായി. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ദേ സായിപ്പ് റാൻഡം വരുന്നുണ്ട്. കണ്ണാടി വെച്ച് തൊലഞ്ഞ്. ഓക്കെ, ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഷോപ്പിൽ ഇറങ്ങാനായിട്ട്. അവസാനത്തെ ആളാണ്. ഓ എന്റെ പോലെ. ഓ ഏതാ. അപ്പൊ ശരി, അതാ ടാറ്റ.